ഹലോ ഗായ്സ്, ഞാനിതൊരു ചെറിയ ട്രിപ്പ് പോകാൻ പോവാണ്. എവിടേക്കെന്ന് വെച്ചാൽ മുംബൈയിലെ മാത്രയിലാണ്. തിരുവനന്തപുരത്തെ കൊച്ചുവേളിയിൽ 12 അപ്പനുള്ള മുംബൈ LTC ആണ് എന്താണ് ട്രെയിനിന്റെ പേര്. ടിക്കറ്റ് ഒന്നും കിട്ടിയതില്ല, അവിടെ പോയി തന്നെ എടുക്കണം. പ്രത്യേകിച്ച് പ്ലാനും കാര്യങ്ങളൊന്നും ലിമിറ്റഡ് ബഡ്ജറ്റ് ആണ്. 2000 രൂപയാണ് ഞാൻ വെച്ചിട്ടുള്ളത്. അതിന് കൂടുതലൊന്നും എനിക്ക് അറിഞ്ഞൂടാ. രാത്രിയാണ് ഇവിടെ നിന്ന് ബസ്സൊന്നും ഇല്ല കൊച്ചുവേളി പോകാൻ. പിന്നെ അച്ഛൻ പറഞ്ഞ് ഞാൻ കൊണ്ടുവിടാന്ന്. അങ്ങനെ ഇപ്പൊ കാറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ സമയം രാത്രി 12 അങ്ങനെ കൊച്ചുവേളി വന്ന് പനവേലിലോട്ട് ടിക്കറ്റ് എടുത്ത് ഒരാൾക്ക് 400 രൂപയാണ് ചാർജ് ആയത്. 400 രൂപ ജനറലിനാണ്. പിന്നെ പെട്ടെന്ന് തന്നെ ട്രെയിനിന്റെ അകത്ത് കയറി സീറ്റ് പിടിച്ചു. ഈ ഐഫോൺ വെച്ച് ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുന്നതാണ് അജു, എന്റെ ഒരു കൂട്ടുകാരനാണ്. ഇവൻ 4 ദിവസത്തെ മുംബൈ ട്രിപ്പിന് ആകെ കൊണ്ടുവന്ന ആ ചെറിയ സൈഡ് ബാഗ് മാത്രമാണ്. ഞാനാണെങ്കിൽ ഒരു ബാഗും അതേപോലത്തെ ഒരു സൈഡ് ബാഗും ഉൾപ്പെടെയാണ് ഞാൻ കൊണ്ടുവന്നത്. അങ്ങനെ 12:50 എടുക്കുമെന്ന് പറഞ്ഞ ട്രെയിനാണ് ഇപ്പോൾ 1:08 എടുത്തത്. ഇനി ഇത് ഏത് ട്രെയിൻ എന്ന് പറയാം. ട്രെയിൻ നമ്പർ 22-114 ട്രിവാൻഡ്രം നോർത്ത്, അതായത് കൊച്ചുവേലിയിൽ നിന്ന് എടുത്ത് ഷൊർണൂർ ജംഗ്ഷൻ, മംഗലാപുരം ജംഗ്ഷൻ, പനവേൽ, ലോക്മാന്യം വരെ പോകുന്ന കൊച്ചുവേലി ലോക്മാന്യം സൂപ്പർ ഫാസ്റ്റ് ആണിത്. ഇതൊരു ബൈ വീക്ക്ലി വണ്ടിയാണ്. അതായത് വ്യാഴാഴ്ചയും തിങ്കളാഴ്ചയും വെളുപ്പിന് 12:55 എടുക്കുന്ന ഒരു ട്രെയിനാണിത്. നിങ്ങൾക്ക് മാത്തേരാനിലോട്ട് പോകാൻ താല്പര്യമുണ്ടെങ്കിൽ ഈ ട്രെയിൻ എടുക്കാവുന്നതാണ്. ട്രെയിനിൽ കയറി അപ്പൊ തന്നെ കിടന്നുറങ്ങി. കാരണം കൊച്ചി എത്തുമ്പോൾ നല്ല തിരക്കാവും, പിന്നെ കിടക്കാൻ പറ്റൂല. ഇപ്പൊ ഷൊർണൂറാണ് എത്തിയത്. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്. ഇപ്പോൾ ഇരിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇവിടെ നിന്ന് എന്റെ ഒരു കൂട്ടുകാരൻ കയറുന്നുണ്ട്. ഇവനാണ് സാലിം. ഇനി അങ്ങോട്ട് ഇവനും കാണും ഈ ട്രിപ്പിൽ. താഴെ സീറ്റിൽ ഇരുന്ന ഞാനാണ്. ഇവന്മാര് വന്നതുകൊണ്ട് ഒരു ആവേശത്തിന് മുകളിൽ കയറി. പിന്നെയാണ് മനസ്സിലായത് അബദ്ധമായെന്ന്. കാരണം സീറ്റിന്റെ പകരം കമ്പി ആയതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നില്ല നേരെ. പിന്നെ ഈ തിരക്ക് കാസർഗോഡ് വരെ ഉണ്ടായിരുന്നു. പിന്നെ കാസർഗോഡ് കഴിഞ്ഞപ്പോഴാണ് ആ തിരക്കെല്ലാം ഒഴിഞ്ഞ് സീറ്റെല്ലാം കാലിയായി തുടങ്ങിയത്. ഇപ്പോൾ ഉടുപ്പിക്ക് തൊട്ട് മുമ്പുള്ള സ്റ്റേഷനായ ഇനാഞ്ചിയിൽ കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. ഇതേപോലെ ട്രെയിൻ ഇടയ്ക്കിടയ്ക്ക് പിടിച്ചിട്ടാണ് പോകുന്നത്. പുറത്താണെങ്കിൽ നല്ല മഴയുണ്ട്, അതുകൊണ്ടൊന്നും ഇറങ്ങാനൊന്നും പറ്റില്ല. ഇങ്ങനെ വെറുതെ ഇരിക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ജനറൽ കമ്പാർട്ട്മെന്റാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുകയാണ്. നടന്ന് ഇപ്പോൾ ഈ കമ്പാർട്ട്മെന്റിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ സീറ്റ് എല്ലാം റെഡ് കളറാണ്. ഇവിടെ നോക്കിയപ്പോൾ മുകളിലും കിടക്കാൻ പറ്റും. പിന്നെ ഇങ്ങോട്ടും മാറി. ഇപ്പോൾ ഗോവയിലെ ഇന്ത്യ സെക്കൻഡ് ലാർജസ്റ്റ് കേബിൾ സ്റ്റേഡ് ബ്രിഡ്ജ് ആയ സുഹാരി ബ്രിഡ്ജിന്റെ ഓരത്തൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ. ലോ ബഡ്ജറ്റിൽ ഗോവ എങ്ങനെ കണ്ടുപോകാന്ന വീഡിയോ ഞാൻ ഈ ചാനലിൽ ഇട്ടിട്ടുണ്ട്. താല്പര്യമുള്ളവർ കാണുക. അങ്ങനെ ഗോവ കഴിഞ്ഞപ്പോൾ പിന്നെയും തിരക്കായി തുടങ്ങി. അങ്ങനെ ഒരു 9:30 ആയപ്പോൾ രത്നഗിരി സ്റ്റേഷനിൽ എത്തിയിരിക്കുകയാണ്. ഇവിടെ നല്ലൊരു ചൂട് ചിക്കൻ ബിരിയാണി വാങ്ങിച്ചിരിക്കുകയാണ്. വില 120 രൂപയാണ് ആയത്. ബിരിയാണി കുഴപ്പമില്ല, കൊള്ളാം. കുറച്ച് എരിവുണ്ടെന്നേ ഉള്ളൂ. ഇനി ഞാൻ ഫുഡിനെ കുറിച്ച് പറയാം. നിങ്ങൾ ഇങ്ങനെ യാത്ര ചെയ്യുവാണെങ്കിൽ കുറച്ച് ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് കയ്യിൽ കരുതുക. അതാകുമ്പോൾ വലിയ ചെലവ് വരില്ല. ഞങ്ങൾ അങ്ങനെ കൊണ്ടുവന്നായിരുന്നു, അതിന്റെ വീഡിയോ എടുക്കാൻ മറന്നുപോയി. അങ്ങനെ ഗോവ കഴിഞ്ഞപ്പോൾ പിന്നെയും തിരക്കായി തുടങ്ങി. ഞാൻ പെട്ടെന്ന് തന്നെ മുള്ള സീറ്റിൽ ബാഗെല്ലാം കുത്തി നിറച്ച് കയറി കിടന്ന്. അതാവുമ്പോൾ വേറെ ആരും വന്ന് കിടക്കൂല. എന്റെ ഒരു കൂട്ടറിന്റെ അടുത്താണെങ്കിൽ ഇതാ ഇപ്പൊ വേറൊരു പയ്യൻ വന്ന് കിടന്ന്. അങ്ങനെ രാവിലെ ആയപ്പോൾ ഏതോ ഒരു സ്റ്റേഷനിൽ കൊണ്ട് പിടിച്ചിട്ടിരിക്കുകയാണ്. എന്തായാലും മുംബൈ എത്താറായെന്ന് മനസ്സിലായി. ഞാൻ കുറച്ചു നേരം വെളിയിൽ ഇറങ്ങി. അങ്ങനെ അവിടെ നിന്ന് ട്രെയിൻ എടുത്ത് ഇപ്പോൾ പനവേലാണ് എത്തിയിരിക്കുന്നത്. ആദ്യം പനവേലിൽ ഇറങ്ങാന്നാണ് വിചാരിച്ചത്. പിന്നെ മാത്തേരയിൽ പോകാൻ ഇവിടെ നിന്ന് കണക്റ്റിംഗ് ട്രെയിൻ ഇല്ലാത്തതുകൊണ്ട് താനയിൽ പോയി ഇറങ്ങാൻ തീരുമാനിച്ചു. പോകുന്ന വഴിക്ക് പുറത്ത് കണ്ട കാഴ്ചയാണ് ഈ ബിൽഡിംഗ്. നോക്ക്, കളർഫുൾ ആയിട്ടുള്ള ബിൽഡിംഗിലെ നല്ല രസമുണ്ട് കാണാൻ. അങ്ങനെ വീഡിയോ എടുത്തതാണ്. പോകുന്ന വഴിക്ക് എല്ലാം കുറെ സ്ഥലം കാട് പിടിച്ച് കിടക്കുകയാണ്. അങ്ങനെ ഒരു 8:45 താനേൽ വന്നിറങ്ങി. വലിയ തിരക്കൊന്നും കണ്ടില്ല, ചെറിയൊരു തിരക്കേ തോന്നിയുള്ളൂ. പിന്നെ നമ്മൾ വന്ന ട്രെയിൻ അങ്ങ് എടുത്ത്. അപ്പോഴാണ് കണ്ടത് തിരക്ക്. ചില മോനെ കണ്ണ് തള്ളിപ്പോയി. ആദ്യമായിട്ടാണ് ഇത്രയും തിരക്ക് കാണുന്നത്. ഞാൻ ആദ്യമായിട്ടാണ് മുമ്പിൽ വരുന്നത് തന്നെ. അതുകൊണ്ട് ഈ തിരക്കെല്ലാം കണ്ടപ്പോൾ തന്നെ അന്തം വിട്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു സിനിമയിൽ മാത്രം കണ്ടിട്ടുള്ള ലോക്കൽ ട്രെയിൻ ഫ്രണ്ടിൽ കൂടെ പോകുന്നു. അതിൽ വലിയ തിരക്കൊന്നുമില്ലായിരുന്നു. പിന്നെ ആ ട്രെയിൻ നിർത്തി ആൾക്കാർ ഇടിച്ചു കയറുന്നതെല്ലാം കണ്ടോണ്ടിരിക്കാൻ നല്ല രസമുണ്ട് ഇവിടെ. ഇനി ഇവിടെ നിന്ന് അടുത്ത ലോക്കൽ ട്രെയിൻ പിടിച്ച് നേരല് പോയി ഇറങ്ങണം. പക്ഷെ ഏത് പ്ലാറ്റ്ഫോം എന്ന് അറിഞ്ഞൂടാ. അതുകൊണ്ട് ഇങ്ങനെ നടക്കുകയാണ്. നടന്നൊന്ന് മുകളിൽ കയറിയപ്പോൾ അവിടെ ചുമ്മാ നിന്നാൽ മതി, ആൾക്കാർ തള്ളിക്കൊണ്ടുപോകും. അത്രയ്ക്കും തിരക്കാണ്. നല്ല രസമുണ്ട് ഈ തിരക്ക് കണ്ടോണ്ട് ഇങ്ങനെ ഇരിക്കാൻ. അതേപോലെ നിങ്ങൾ ശ്രദ്ധിക്കണം. ശ്രദ്ധിച്ചില്ലെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനങ്ങളെല്ലാം അടിച്ചുകൊണ്ട് പോകും. ആദ്യം എനിക്ക് ഇവർ എന്തിനാണ് ബാഗ് ഫ്രണ്ടിൽ ഇട്ടിരിക്കുന്നതെന്ന് മനസ്സിലായില്ല. പിന്നെയാണ് മനസ്സിലായത്, ഫ്രണ്ടിൽ ഇട്ടില്ലെങ്കിൽ ആരെങ്കിലും അടിച്ചോണ്ട് പോകും, നമ്മൾ അറിയത്തോലും ഇല്ല. ഞാൻ ഇപ്പൊ വെച്ചിങ്ങനെ നടക്കുകയാണ്. ഏത് പ്ലാറ്റ്ഫോമിലോട്ട് പോകണമെന്ന് അറിയാതെ പുറത്തൊക്കെ ഇറങ്ങിപ്പോയി. പിന്നെ വീണ്ടും തിരിച്ചു കയറി നടന്ന് അങ്ങനെ ഏതൊരു പ്ലാറ്റ്ഫോമിലെത്തി. 7 to 10 ഈ പ്ലാറ്റ്ഫോമിൽ നിന്നാണ് നേരലിലോട്ട് പോകാനുള്ള ലോക്കൽ ട്രെയിൻ വരുന്നത്. ഈ പ്ലാറ്റ്ഫോമിൽ എത്തിയപ്പോൾ അടുത്ത ലോക്കൽ ട്രെയിൻ. ഇവിടെ മിനിറ്റിനാണ് ലോക്കൽ ട്രെയിൻ വന്നു പോകുന്നത്. ലോക്കൽ ട്രെയിനിലാണ് ഇനി അങ്ങോട്ട് യാത്ര ചെയ്യാൻ പോകുന്നത്. അതിന്റെ ഒരു ത്രില്ലിൽ ഇരിക്കുകയാണ് ഇപ്പം. നമുക്ക് പോകാനുള്ള ഒരു ലോക്കൽ ട്രെയിൻ വന്നു. പക്ഷെ ഇതാണ് അവസ്ഥ. നിങ്ങൾ എന്നെ കണ്ടു നോക്ക്, 1 ഇഞ്ച് സ്ഥലമില്ല. തൂങ്ങി പിടിച്ചാണ് ആൾക്കാർ നിൽക്കുന്നത്. ഇതിൽ എവിടെ കയറാൻ? ഇനി അടുത്ത ലോക്കൽ ട്രെയിൻ വരുന്നവരെ വെയിറ്റ് ചെയ്യണം. എന്താ തിരക്ക്, ഒരു രക്ഷയില്ലാത്ത തിരക്ക് ഇവിടെ. പ്ലാറ്റ്ഫോമിൽ തന്നെ ഭയങ്കര തിരക്ക്, നിൽക്കാൻ വയ്യ, അത്രയ്ക്ക് തിരക്ക്. അങ്ങനെ നമുക്ക് പോകാനുള്ള ട്രെയിൻ വന്നു. അങ്ങനെ ഒരു വിധത്തിൽ കഷ്ടപ്പെട്ട് ലോക്കൽ ട്രെയിൻ്റെ അകത്ത് കയറി. നിങ്ങൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ലോക്കൽ ട്രെയിനിൽ കയറിയിരിക്കുന്നു. അത്രയ്ക്കും കിട്ടില്ല, ഒരു രക്ഷയില്ലാത്ത ലോക്കൽ ട്രെയിൻ. ഇനിയും ലോക്കൽ ട്രെയിനിൽ കയറുന്നുണ്ട്. അങ്ങനെ കുറച്ച് നേരത്തെ ലോക്കൽ ട്രെയിൻ എക്സ്പീരിയൻസിന് ശേഷം നേരൽ ജംഗ്ഷനിൽ വന്ന് ഇറങ്ങിയിരിക്കുകയാണ്. ഇനി ഇവിടെ നിന്ന് പുറത്തു പോകണം. നമ്മൾ നടക്കുമ്പോൾ ഫ്രണ്ടിൽ തന്നെ 3 പട്ടികൾ നമ്മളെ വെൽക്കം ചെയ്യാനായിട്ട് സൈഡിലുണ്ട്. അങ്ങനെ നടന്ന് താഴെ ഇറങ്ങിയപ്പോൾ വെളിയിൽ ഒരു ടോയ് ട്രെയിൻ ഒക്കെ ഉണ്ട്. പിന്നെ ഐ ലവ് നേരൽ എന്ന് പറഞ്ഞ സൈൻ ബോർഡ് ഉണ്ട്. കൂടാതെ വെളിയിലോട്ട് ഇറങ്ങുന്ന വഴിക്ക് നേരൽ മാത്തരേൻ ട്രെയിൻ ഉണ്ട്. ഇപ്പൊ അത് ഓടിക്കാതെ വെറുതെ കിടക്കുകയാണ്. അങ്ങനെ വെളിയിൽ ഇറങ്ങിയപ്പോൾ നല്ല മഴ. അങ്ങനെ അവിടെ നിന്ന് ഒരു 50 രൂപയുടെ
റെയിൻകോട്ട് വാങ്ങിച്ചിട്ട്. ഇതൊരു മാർക്കറ്റ് ഏരിയ ആണ്, വൃത്തിയില്ലാത്തൊരു മാർക്കറ്റാണിത്. മഴയും കൂടെ ആയപ്പോൾ പിന്നെ നടക്കാനേ പറ്റുന്നില്ല. പിന്നെ എന്റെ കൂട്ടുകാരന് പൈസ എടുക്കണമെന്ന് പറഞ്ഞാൽ അവനെ ATM തപ്പിപ്പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ സമയം ഞാൻ ഒരു ഓരത്ത് നിന്ന് ചന്തയിലുള്ള ആൾക്കാരെയും നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു ATM കണ്ട്. ഇവിടെ നിന്ന് തുറങ്ങുമ്പോൾ തൊട്ടടുത്ത് തന്നെ ഒരു ATM കൗണ്ടർ ഉണ്ട്. ഞാൻ അവിടെ നിന്ന് പൈസ എടുത്തു. പ്ലാറ്റ്ഫോമിന്റെ വെളിയിൽ ഇറങ്ങുമ്പോൾ തന്നെ ഒരു ATM കൗണ്ടർ ഉണ്ട്, പക്ഷെ അത് വർക്കിംഗ് അല്ലായിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഇങ്ങോട്ട് നടന്നു വന്ന് ഈ ATM കണ്ടുപിടിച്ചത്. ഇനി ഇവിടെ നിന്ന് ഫുഡ് കഴിച്ചിട്ട് വേണം അടുത്ത യാത്ര ചെയ്യാൻ. അങ്ങനെ ഒരു കട കണ്ട്. ഹിന്ദി അറിഞ്ഞുകൂടാത്തതുകൊണ്ട് എങ്ങനെ ചോദിക്കുമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഈ ചേട്ടന്റെ കട കണ്ടത്. ഈ ചേട്ടൻ ഒരു തമിഴനാണ്. അങ്ങനെ രക്ഷപ്പെട്ട്. അങ്ങനെ ഇവിടെ നല്ല ചൂട് ദോശയും ചായയും കുടിച്ച് 30 രൂപയാണ് വിലയായത്. കൊള്ളാം, നല്ല ഫുഡാണ്. നിങ്ങൾ നേരിൽ ജംഗ്ഷനിൽ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് ഫുഡ് കഴിക്കാം, നല്ലൊരു കടയാണ്. അങ്ങനെ ഇവിടെ നിന്ന് ഫുഡും കഴിച്ച് ഇനി ഇവിടെ നിന്ന് അടുത്ത ടാക്സി പിടിച്ച് വേണം മാത്തേരാനിൽ പോകാൻ. അതിനി അടുത്ത വീഡിയോയിൽ വരുന്നതായിരിക്കും. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, അല്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ചെയ്യുക.